ഇപ്പോൾ പ്രീമിയർ പ്രോയുടെ ഒരു ക്രാഷ് കോഴ്സാണ്. അതൊക്കെ നമ്മൾ ഒഫീഷ്യൽ കോഴ്സ് 34 എക്സസൈസ് മേളിലുണ്ട്. സോ അത് മൊത്തം ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു എക്സസൈസ്. സോ ഫുള്ളി ഫോക്കസ് എൻ്റെ കൂടെ തന്നെ പോകും. അപ്പോൾ പ്രീമിയർ പ്രോ ഓൺ ദ ടോപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളപ്പം ഇതിനെ പഠിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കറി കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ പഠിച്ചെടുക്കുന്നത്. സോ സിമ്പിളാണ്, എൻ്റെ കൂടെ തന്നെ പോകും. ഫസ്റ്റ് എന്താണ് പ്രീമിയർ പ്രോ? വീഡിയോ എഡിറ്റ് ചെയ്യാൻ, ഫോട്ടോസ് അതേപോലെ ഓഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രീമിയർ പ്രോ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു കുക്കിംഗ് മെത്തേഡിലൂടെ പഠിക്കാം. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കണം. അപ്പോൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന കാര്യം എന്താണ്? വെജിറ്റബിൾസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിലേക്ക് അതിനെ കൂട്ടിയിടും. കൂട്ടിയിട്ട പച്ചക്കറി അതേപോലെ എടുത്ത് കറി വെക്കുകയാണോ? അല്ല, നമുക്കതിൽ ഏറ്റവും നല്ല പച്ചക്കറി ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ഭാഗമാണ് ദടിവിടെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കടയിൽ പോയി പച്ചക്കറി വാങ്ങിച്ച് ഇവിടെ കൂട്ടിയിട്ടു. ആ കൂട്ടിയിട്ട പച്ചക്കറിയിൽ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ. ഇവിടെ വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യത്തില്ല. ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ വ്യക്തമായിട്ട് നോക്കുന്ന ഭാഗം ഇവിടെയാണ്. നോക്കിയതിന് ഇനിയും അതിൻ്റെ അറ്റമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ കട്ട് ചെയ്ത് അതിനെ ചോപ്പ് ചെയ്ത് വെട്ടി കറക്റ്റായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഇവിടോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? കടയിൽ നിന്ന് പോയി പച്ചക്കറി വാങ്ങിച്ച് ഇവിടെ കൂട്ടിയിട്ടതിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ടിംഗ് ബോർഡിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് കുറച്ച് പ്ലേറ്റിലേക്ക് കൊണ്ടിടണമല്ലോ. ഈ കട്ട് ചെയ്താൽ മാത്രം പോരല്ലോ, അതിനെ പ്ലേറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെയാണ് പ്ലേറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ആൾക്കാരിലേക്ക് കൊടുക്കുന്ന കറി. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ കൊടുക്കത്തുള്ളൂ. നമ്മൾ പച്ചക്കറി കൊടുക്കുകയില്ല, അപ്പോൾ എടുത്ത പച്ചക്കറി കൊടുക്കുകയില്ല, കട്ട് ചെയ്ത പീസ് കൊടുക്കുകയില്ല. നമ്മൾ അവസാനം കുക്ക് ചെയ്ത് മാത്രമാണ് ആൾക്കാരിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയുണ്ടോ അതാണ് നമ്മൾ ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് എന്തെങ്കിലും മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള FX നമുക്ക് എടുക്കാൻ പറ്റും. ഈ താഴെയുള്ള കട്ടിംഗ് ബോർഡിലുള്ള പച്ചക്കറി മുറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ടൂളുകളെല്ലാം ഇവിടെയാണ് കിടക്കുന്നത്. കത്തിയുണ്ട്, അതേപോലെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈയുണ്ട്, അതേപോലെ കാന്തമുണ്ട്. കാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തതിനെ കൃത്യമായിട്ട് നമുക്കിങ്ങനെ ചേർത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. കടയിൽ പോയി പച്ചക്കറി വാങ്ങിച്ചു, പച്ചക്കറിയിൽ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് സെലക്ട് ചെയ്ത പച്ചക്കറി നമുക്ക് മുറിച്ച് മാറ്റാൻ വേണ്ടി നമുക്ക് ഇവിടെ ഈ കട്ടിംഗ് ബോർഡിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മൾ കൊണ്ടിട്ടു. ഈ പ്ലേറ്റിൻ്റെ സൈസ് ആരാണ് നിശ്ചയിക്കുന്നത്? നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമുക്കത് നിശ്ചയിക്കാം ഏത് സൈസിൽ വേണമെന്നുള്ളത്, അതോ പച്ചക്കറിയുടെ സൈസിൽ തന്നെ വേണമെന്നുള്ളതും നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീമിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെയാണ് പ്രീമിയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് പഠിച്ചാലോ. അപ്പോൾ ഇതാണ് പ്രീമിയറിൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾ തുടങ്ങി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഫയല് ന്യൂ പ്രസ് ചെയ്യുക, പുതിയ പ്രോജക്റ്റ് എടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എൻ്റെ കൂടെ തന്നെ പോകും. ഫസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ കടയിൽ നിന്ന് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നതിന് വേണ്ടി ഇവിടെയാണ് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് കൂട്ടിയിടുന്ന സ്ഥലം ഇവിടെ. ഈ കൂട്ടിയിട്ട പച്ചക്കറിയിൽ ഏറ്റവും നല്ല പച്ചക്കറി ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ. ഈ സെലക്ട് ചെയ്ത പച്ചക്കറിയെ വെട്ടി മുറിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് ഇവിടെ. വെട്ടി മുറിച്ച പച്ചക്കറിയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഇടുന്ന ഭാഗം ഇവിടെ. ഇതാണ് ആൾക്കാരിലേക്ക് കൊണ്ട് നമ്മൾ എത്തിക്കുന്നത്. ഈ കൊടുക്കുന്ന ഭാഗത്തിൽ കുറച്ച് FXും കുറച്ച് മുളക് പൊടി കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനത്തോട്ട് ഇടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൽ എടുത്ത് വെച്ച പച്ചക്കറി മുറിക്കണം എന്ന് പറഞ്ഞാൽ കത്തി വേണമെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ കിടപ്പുണ്ട്. ടൂളുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. കത്തിയാണ്. കത്തിക്ക് പറയുന്ന പേരാണ് റേസർ ടൂള്. കൈക്ക് പറയുന്ന പേരാണ് ഹാൻഡ് എന്നുള്ളത് സെലക്ഷൻ ടൂൾ. V ആണ് ഷോർട്ട് കട്ട്. കട്ട് ചെയ്യുന്നതിന് C ആണ് ഷോർട്ട് കട്ട്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം വരണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ ആയിരിക്കണം വ്യൂ പോർട്ടെന്നില്ല. എന്തെങ്കിലും ഒരു രീതി നിങ്ങളുടെ കൈ തെറ്റിപ്പോകുന്നുണ്ട് നേരെ വിൻഡോസ് വർക്ക് സ്പേസ്. മീനിങ് എന്താണ്? വർക്ക് സ്പേസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസ്. വിൻഡോസ് ഇവിടെ റീസെറ്റ് ലേഔട്ട്. അപ്പോൾ എല്ലാം പഴയ പോലെ ആവും. എന്നിട്ട് ജസ്റ്റ് എഡിറ്റിങ്ങിലേക്ക് രണ്ടാമതൊന്നുകൂടെ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ വർക്ക് സ്പേസ് മാറിക്കോളും. ഇനി നമ്മൾ ഓഡിയോയിലേക്ക് മാറ്റിയിട്ട് ഓഡിയോ സൗണ്ട് എഡിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള രീതിയിലേക്ക് വർക്ക് സ്പേസ് മാറിക്കോളും. അസംബ്ലി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൂടെ ഓരോ സ്ഥലത്ത് വന്നെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ആണ് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും കൈ തട്ടി എന്തെങ്കിലും മാറിപ്പോയാൽ റീസെറ്റ് കൊടുക്കുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇതിനകത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾ ഒന്നിട്ട് ടിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ FX ഇല്ലാന്നുണ്ടെങ്കിൽ FX ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FX ഇവിടെ വരും. ഇപ്പോൾ നമ്മുടെ FX ആണ്, ഇവിടെ FX വന്നുണ്ട് അതേപോലെ. ഓക്കെ, അപ്പോൾ സിമ്പിളല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ കുക്കിങ്ങിലേക്ക് കയറാം. ഫസ്റ്റ് നമ്മൾ കടയിൽ പോയി പച്ചക്കറി വാങ്ങണം. എങ്ങനെയാണ് പച്ചക്കറി വാങ്ങുന്നത്? പച്ചക്കറി എന്താണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്? വീഡിയോസ് ആവാം, ഫോട്ടോസ് ആവാം, നിങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്താവാം, നിങ്ങൾ AI ക്രിയേറ്റ് ചെയ്ത ചെറിയ ക്ലിപ്പുകളാവും. അപ്പോൾ അതിനെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കടയിൽ പോകണം. കട എവിടെയാണ്? നമ്മുടെ ഫയൽസ്. അപ്പോൾ കടയിലോട്ട് പോകുന്നത് എങ്ങനെയാണ്? മൗസിൻ്റെ റൈറ്റിൽ പ്രസ് ചെയ്യാം. ഇമ്പോർട്ടിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞാൽ ഇമ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യാം. മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് ഇമ്പോർട്ട്. അപ്പോൾ നേരെ അവർ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കാര്യത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടുന്ന പച്ചക്കറിയെല്ലാം ഞാൻ സെലക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോ
ഫോട്ടോസ് ഞാൻ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത ഓരോ ഫോട്ടോസ് കൺട്രോളെ പ്രസ് ചെയ്ത് കൺട്രോൾ ഞാൻ വിട്ടിട്ടില്ല കീബോർഡിൽ നിങ്ങൾ മാക്ക് ആണെന്നുണ്ട് കമാൻഡ് അപ്പോൾ ഓരോ ഇമേജസ് എനിക്ക് വേണ്ടുന്ന ഇമേജസിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു പലതും പല സൈസിലുള്ളതുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടുന്ന സൈസൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുന്നു ഓപ്പൺ കൊടുത്ത് ഉടനെ തന്നെ നമ്മുടെ എല്ലാ പച്ചക്കറി ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ പച്ചക്കറി എല്ലാം എന്താണ് ഫോട്ടോയാണ് അപ്പോൾ എനിക്കൊരു വീഡിയോയും കൂടെ വേണം മൗസിൻ്റെ റൈറ്റിൽ പ്രസ് ചെയ്തു ഞാൻ നേരെ കടയിൽ പോയി ഞാൻ ആൾറെഡി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചല്ല ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുക്കുന്നു ഓപ്പൺ കൊടുക്കുന്നു അപ്പോൾ വീഡിയോയും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പച്ചക്കറി എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ കൂട്ടിയിട്ട പച്ചക്കറി നമ്മൾ ഇത്ര വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്ര വലുതായിട്ട് കാണുന്നത് നമ്മളതങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് ചെറുതായിട്ട് ലിസ്റ്റ് പോലെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കണ്ടോ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൗസിൽ ലെഫ്റ്റ് വെച്ച് ലിസ്റ്റ് പ്രസ് ചെയ്യാം നമുക്ക് കുറച്ചുകൂടെ ഓരോന്നോരോന്ന് അടുക്കി കാണാൻ പറ്റും കുറച്ചുകൂടെ ചെറുതായിട്ട് കാണാൻ പറ്റും അതിന് പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്യുക ഏതിനാണോ പേര് കൊടുക്കുന്നത് മൗസിൻ്റെ റൈറ്റിൽ പ്രസ് ചെയ്യുക റീനെയിം കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് 1 എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് നമ്മൾ പേര് കൊടുത്തു ഇനി മറ്റേ വ്യൂവിലേക്ക് പഴയ വ്യൂവിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഐക്കൺ വ്യൂ ഓക്കെ ഇനി തിരിച്ച് ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇസഡ് ആണ് ഷോർട്ട് കട്ട് കൺട്രോൾ ഇസഡ് എന്ന് മനസ്സിൽ വെച്ചേക്കാം കൺട്രോൾ ഇസഡ് എന്ന് വെച്ചാൽ പുറകിലോട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റി കൺട്രോൾ ഇസഡ് അടിച്ചാൽ പഴയ പോലെ വരും ഓക്കെ എളുപ്പമല്ല പക്ഷേ വർക്ക് സ്പേസ് തെറ്റിയാലൊന്നും കൺട്രോൾ ഇസഡ് അടിച്ചാൽ പഴയ പോലെ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഇപ്പോൾ വർക്ക് സ്പേസ് വിൻഡോസ് വർക്ക് സ്പേസ് റീസെറ്റ് മാക്ക് ആണെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യാം ഇവിടെ കണ്ടോ ഇവിടെയും വർക്ക് സ്പേസ് റീസെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പ്രീമിയർ എവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് ഗെറ്റ് പി സി ഓക്കെ ഇനി ഗെറ്റ് പി സി അല്ലെന്നുണ്ടെങ്കിൽ അഡോബ് ഒഫീഷ്യൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാം ഓക്കെ ഇത്ര നമ്മൾ പഠിച്ചു അപ്പോൾ നമുക്ക് പച്ചക്കറിയല്ല നമ്മൾ കൂട്ടിയിട്ടു ഇനി ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഡബിൾ ക്ലിക്ക് ചെയ്യും നമുക്ക് ഏതാണോ ഫസ്റ്റ് വേണ്ടുന്നത് അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കതിനെ ഏതാണ്ട് ഇവിടെ ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും എളുപ്പമല്ലേ ഇനി നമ്മൾ എന്താണ് നേരത്തെ പഠിച്ച് വലുതായിട്ട് കണ്ടു എനിക്ക് ഈ ഫോട്ടോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഫോട്ടോ എടുക്കാം ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വലുതായിട്ട് നമ്മൾ കണ്ടാൽ മതി ഈ കണ്ടതിനെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് അടുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് പ്രസ് ചെയ്യുക ഡ്രാഗ് ചെയ്യുക ഞാൻ മൗസ് ലെഫ്റ്റ് വിട്ടിട്ടില്ല ഡ്രാഗ് ചെയ്ത് ഞാൻ നേരെ നമ്മളുടെ കട്ട് ചെയ്യുന്ന ഭാഗത്തിലേക്ക് വലിച്ചിട്ടു ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ പ്ലേറ്റും വന്നിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റിനകത്ത് നമ്മളെ കറി നമ്മൾ വിളമ്പിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ താഴെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്തല്ല വീഡിയോ അല്ല ഫോട്ടോയാണ് അതുകൊണ്ടാണ് പിങ്ക് കളറിൽ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു വ്യൂ ബോർഡ് നോക്കിയാൽ കട്ടിംഗ് ബോർഡ് നോക്കിയാൽ കട്ടിംഗ് ബോർഡിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ചെയ്യാൻ വിടാതെ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മേളിലോട്ടും താഴോട്ടും ഒക്കെ നമുക്ക് വലിച്ചിടാൻ പറ്റും അതിൻ്റെ അടിയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കൊണ്ടിടാൻ പറ്റും ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഇമേജ് വേണമെന്ന് നോക്കാം മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അടി വേണമെന്ന് കൊണ്ടിടാം അല്ലെന്നുണ്ടെങ്കിൽ തൊട്ട് അപ്പുറത്ത് വേണേൽ കൊണ്ടിട്ടാൽ നമ്മുടെ അപ്പുറത്തോട്ട് വേണേൽ കൊണ്ടിടാം ഇനി ഇത് ഇത്ര വലുതായിട്ട് നിങ്ങൾക്ക് കാണണ്ട ഇത്ര ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഈ നമ്മുടെ കട്ടിംഗ് ബോർഡില്ലേ ഈ കട്ടിംഗ് ഭാഗമില്ലേ ഇത് വലുതാക്കുന്നതും ചെറുതാക്കുന്ന ഭാഗം തൊട്ട് താഴെ കിടക്കണം ഈ ടൂള് നല്ല ഇതാണ് ഒരു 2 ഡോട്ട് കാണും ഈ ഡോട്ടിൽ ലാസ്റ്റ് ഡോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം മൗസിൻ്റെ ലെഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മൗസ് ഞാൻ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് കാണാൻ പറ്റും കുറച്ചുകൂടെ വലുതാക്കി നമുക്ക് കുറച്ചുകൂടെ വലുതാക്കി കാണാൻ പറ്റും നമ്മൾ ഇതാണ്ട് ഈ ഒരു ലൈനില്ല അതാണ്ട് ഈ ലൈൻ ഇത് പ്ലേ ലൈനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് എവിടെ വെച്ച് പ്ലേ ചെയ്യണം നിയന്ത്രിക്കുന്നത് ഈ ലൈനാണ് ഇത് എവിടെ കൊണ്ട് വെക്കുന്നോ അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞത് സൂം ചെയ്യുന്നത് കണ്ടോ അവിടെയാണ് സൂം ആവുന്നത് കണ്ടോ ഇവിടെ ആദ്യം കൊണ്ടുവച്ചാൽ ആദ്യത്തെ ഭാഗം സൂം ആവും കണ്ടോ ഇനി നമുക്ക് സൈഡും സൂം ചെയ്യാം then ഇവിടെയും സൂം ചെയ്യാം കണ്ടോ കുറച്ച് വലുതായിട്ട് നമുക്ക് ആ കൊണ്ടിട്ട വീഡിയോയോ അല്ലെങ്കിൽ കൊണ്ടിട്ട പച്ചക്കറി നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ നടുക്കത്തെ വലിയ ലൈൻ എന്താണ് മേളിലുള്ളത് ഓഡിയോയും താഴെയുള്ള സൗണ്ട് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കാണുമല്ലോ ആ സൗണ്ട് വന്ന് കിടക്കുന്ന ഭാഗമാണ് ഇത് ഇപ്പോൾ നമ്മൾ സൗണ്ട് എന്താ വരാത്തത് കാരണം ഇത് ഫോട്ടോയ്ക്ക് സൗണ്ട് ഉണ്ടോ ഇല്ല ഓക്കെ നമുക്കൊരു വീഡിയോ വേണമെന്നുള്ള വലിച്ചിടാം അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക അപ്പോൾ എല്ലാം സെലക്ട് ആവും അതിനുശേഷം ഡിലീറ്റ് അപ്പോൾ ഒരു വീഡിയോ വലിച്ചിടാൻ പോകണം അപ്പോൾ വീഡിയോ തന്നെ ഇവിടെ ഉണ്ട് മൗസിൽ ലെഫ്റ്റ് ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക വീഡിയോ കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം ഹലോ ഞാൻ അറോൾഡ് ഇത് ലോക അപ്പോൾ ഇന്ന് നടക്കുന്ന വെബിനാറിൽ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് വീഡിയോ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക അപ്പം എന്താണ് 2 എണ്ണം വന്നുണ്ടോ ഇത് ചോദിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ആ പ്ലേറ്റാണ് ഇവിടെ വന്നേക്കുന്നത് സോ ആ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വലിച്ചിട്ട് ഫോട്ടോയുടെ അതേ സൈസിലേ വരത്തുള്ളൂ അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള പ്ലേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അതങ്ങനെ നമ്മൾ പഠിപ്പിക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഫോട്ടോയിലുള്ള തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കീപ്പ് എക്സിസ്റ്റിംഗ് സെറ്റിംഗ്സ് ഓക്കെ ഇപ്പം നോക്കി വീഡിയോയും വന്നിട്ടുണ്ട് തൊട്ട് താഴെ അതിൻ്റെ സൗണ്ടും വന്നിട്ടുണ്ട് ഇത് രണ്ടും ബന്ധിച്ച് കിടക്കാം നമ്മൾ എങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താലും താഴെയുള്ള ഓഡിയോ അതിൻ്റെ കൂടെ തന്നെ കിടക്കും പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഞാൻ അറോൾഡ് ഇത് ലോക കണ്ടോ അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഈ ഓഡിയോ ഇതുമായിട്ടുള്ള ബന്ധം നമുക്ക് വിച്ഛേദിക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയോ നമുക്ക് വേണ്ട ഓഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മൗസിൻ്റെ റൈറ്റിൽ പ്രസ് ചെയ്യുക അൺലിങ്ക് മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് അൺലിങ്ക് അപ്പോൾ നമുക്ക് എന്താ പറ്റും ഈ വീഡിയോയും ഓഡിയോയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അൺലിങ്ക് എന്ന് വെച്ചാൽ എന്താണ് ലിങ്ക് ചെയ്യുന്നത് വിടുക അൺലിങ്ക് മൗസിൻ്റെ റൈറ്റ് അൺലിങ്ക് എളുപ്പമല്ലേ ഇനി ഇതിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് കത്തി നമ്മളിവിടെ കത്തി തപ്പി പിടിക്കുക കത്തി താണ്ട് റേസർ ടൂളാണ് കത്തി സി ആണ് ഷോർട്ട് കട്ട് സിയെ പ്രസ് ചെയ്ത് കത്തി ഇടുക നമ്മുടെ മൗസിൻ്റെ ഐക്കൺ അപ്പോഴേ മാറിയിട്ടൊരു കത്തി പോലെ ആവും എന്നിട്ട് നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക നീക്കി നോക്കാം എന്നിട്ട്
പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇവിടെ വരെ അവിടെയാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ജസ്റ്റ് വൺ ടൈം ഒന്ന് പ്രസ് ചെയ്താണ് ഉണ്ടോ. അപ്പോൾ അത് കട്ടാവും. ഇനി നിങ്ങൾക്ക് അത് നീക്കണം എന്നുണ്ടെങ്കിൽ വി ആണ് ഷോർട്ട് കട്ട്, കൈയുടെ ടൂൾ. അതുകൊണ്ട് ഇവിടെയാണ് സെലക്ഷൻ ടൂൾ. വിയെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തിട്ട് നീക്കാൻ പറ്റും. ഇങ്ങനെ നീക്കാൻ പറ്റും, കട്ട് ചെയ്ത് നീക്കാൻ പറ്റും. കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുക. ആ ഫോട്ടോ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് വെക്കുക. വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ കണ്ട കുറച്ച് ഭാഗം ബാക്കി കിടക്കുന്നത്, അതങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മേളിലോട്ട് വെക്കുക. ആദ്യം മേളിലോട്ട് വെച്ചിട്ട് ഇത്രയും ഭാഗം ചിലപ്പോൾ ഇങ്ങനെ കയറി കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഇങ്ങനെ ചെയ്തേക്കുക. എന്നിട്ട് താഴോട്ടാക്കുക. എളുപ്പമല്ലേ? ഒന്ന് പ്ലേ നോക്കാം. അപ്പോൾ ഇന്ന് നടക്കുന്ന വെബിനാറിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന രജിസ്ട്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. സിമ്പിളായിരുന്നു എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് ഇമേജസ്, ആദ്യം തന്നെ ഈ ഒരു ഇമേജ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഇമേജ് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നു. ഓക്കെ, പ്ലേ ആയാലും കാരണം ഇമേജാണ്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ആ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വ്യൂ പോർട്ടിൽ കൊണ്ടിടുന്നു. അതിനുശേഷം ഈ ഫോട്ടോ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഫോട്ടോ വരണം. അടുത്ത ഫോട്ടോ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും മാത്രം മതി. കാരണം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആകില്ല. നമ്മൾ ഒരു ഫോട്ടോ നമ്മൾ വലിച്ചിടുന്നു, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കണ്ടോ, ഇത്രയും വരെ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ബോറടിക്കും ആൾക്കാർക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഫോട്ടോ ഡ്രാഗ് ചെയ്തെടുക്കുക. ആ ഫോട്ടോ വലിച്ച് ഞാൻ ഇടുന്നു. അപ്പോൾ അടുത്തും പ്ലേ ചെയ്ത് നോക്കുക. ഇത്രയും മതി. ഓക്കെ, ഇനി അടുത്ത ഫോട്ടോ ഞാൻ എടുക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്തിടുന്നു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് മൊത്തത്തിൽ പ്ലേ ചെയ്ത് നോക്കാം. 1 2 3. ഇതിൻ്റെ സമയം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളൊന്ന് സ്കെയിൽ ഈ സൈഡ് താഴെ വന്നിട്ട് സൂം ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇത്രയും വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വെട്ടിക്കുറച്ചാൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഡ്രാഗ് ചെയ്യുക, ചേർത്ത് നോക്കുക, ഒട്ടിച്ച് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നടുക്കുള്ള വിടവി പ്രസ് ചെയ്യുക, മൗസിൻ്റെ റൈറ്റിൽ പ്രസ് ചെയ്യുക, റിപ്പിൾ ഡിലീറ്റ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അങ്ങ് ചേർന്ന് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അടുത്ത ഇമേജ് വന്നു. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഇമേജ് വേറെ സൈസാണ്. അപ്പോൾ അത് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടു പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടി ആ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എഫക്ട്സിൽ പോകും. അതാണ് ഇവിടെയാണ് എഫക്ട്സ് കൺട്രോൾ. എഫക്ട്സ് ചിലരുടെ തേണ്ടി ഇവിടെ കിടപ്പുണ്ടായിരിക്കും, ചിലരുടെ അതാണ് ഇവിടെ എഫക്ട്സ് ആണ്. ഈ എഫക്ട്സ് വേറെയാണ്. ഇവിടെ എഫക്ട്സ് കൺട്രോളിൽ വരിക. നമ്മൾ ഏതാണോ നമുക്ക് സ്കെയിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വലുതാക്കേണ്ടത് അത് വീഡിയോ ഫോട്ടോയോ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്കെയിലിൽ വന്നിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് വെച്ച് ആ സംഖ്യയിൽ പ്രസ് ചെയ്തതിന് ശേഷം മൗസ് ലെഫ്റ്റിലോട്ട് നീക്കുക. അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മേളിൽ വന്നിട്ട് എക്സും വൈ എന്ന് വെച്ചാൽ പൊസിഷനാണ്, സ്ഥലമാണ്. മേളിലോട്ടും താഴോട്ട് നീക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എക്സും വൈയിൽ വന്നിട്ട് താഴോട്ട് കുറച്ച് നീക്കുക. ഓക്കെ, ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കാം. 1 2 3 4. എളുപ്പമല്ലേ? ഇനി ഇവിടം വരെ വേണം നിങ്ങളുടെ വീഡിയോ ഔട്ട്പുട്ട്. 4 ഇവിടം വരെ മതി എന്നുണ്ടെങ്കിൽ മൗസിൻ്റെ റൈറ്റ് മാർക്ക് ഔട്ട്. ഇവിടം വരെ വേണം എന്ന് നിശ്ചയിക്കുന്നതിനാണ് മാർക്ക് ഔട്ട് എന്ന് പറയുന്നത്. മൗസിൻ്റെ റൈറ്റ്. അപ്പോൾ നിങ്ങളുടെ മേളിലൊരു സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടം വരെ ഉള്ളത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയാലും നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് കുക്ക് ചെയ്യുന്ന പ്ലേറ്റ് നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. എളുപ്പമല്ലേ? ഓക്കെ, നമുക്കിതിങ്ങനെ ചുമ്മാ വരുന്ന ഒരു രസമാണോ? അല്ല, ഒരു ചുമ്മാ ഫോട്ടോസ് വരുന്നൊരു ഫീൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഫീൽ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏത് ഫോട്ടോയാണോ നമുക്ക് ചെറിയൊരു മൂവ്മെൻറ്റ്, ചെറിയൊരു അനക്കം കൊടുത്താൽ അതിന് ഫീൽ വരും. അപ്പോൾ ഏത് ഫോട്ടോയ്ക്കാണോ അനക്കം കൊടുക്കേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നിട്ട് പൊസിഷൻ കണ്ടോ. പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഏത് സ്ഥലത്താണോ അത് ഇരിക്കുന്നത് അവിടെ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അത് നീങ്ങും. അതേപോലെ സ്കെയിൽ എന്ന് വെച്ചാൽ വലുതാക്കുന്നത് ചെറുതാക്കുന്നത്. അതേപോലെ റൊട്ടേഷൻ നിങ്ങൾക്ക് തിരിക്കാം. നമുക്ക് ഫസ്റ്റ് പൊസിഷൻ്റെ അവിടെ നമ്മൾ ആദ്യത്തെ ഫ്രെയിമിൽ നമ്മൾ കൊണ്ടുവച്ചു. ആദ്യത്തെ ഫോട്ടോയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം, മൂവ്മെൻറ്റ് കൊടുക്കണം, ഒരു നീക്കം കൊടുക്കണ്ടേ. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ ഫസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം പൊസിഷനിൽ പോയിട്ട് നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്യുന്നു. സ്കെയിലിൽ പോയിട്ട് ഒരു വട്ടം പ്രസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു കീ ഇട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ നീ ഇവിടെ ലോക്കായിട്ട് നിന്നോണം. അനങ്ങൽ നിൻ്റെ സ്കെയിലും നീങ്ങാൻ പാടില്ല, നിൻ്റെ സ്ഥലവും നീങ്ങാൻ പാടില്ല. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പ്ലേ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദാണ്ട് ഇവിടെ പ്ലേ ചെയ്യുക, ദാണ്ട് ഇവിടെ നീക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒറ്റ ഫസ്റ്റ് ഇമേജാണ് ഇവിടെ വരുന്നത്. ഈ ഫസ്റ്റ് ഇമേജിൻ്റെ ഫുൾ ഇമേജിൻ്റെ ലെങ്താണ് ഇവിടെ കിടക്കുന്നത്. കേട്ടോ, ഇനി ഇവിടെ ഏറ്റവും അവസാനം വരെ പോവുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞൊരു അനങ്ങല്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുക, നീ ജസ്റ്റ് ഒന്ന് സ്കെയിലാവുക. അതേപോലെ നീ ജസ്റ്റ് ഒന്ന് താഴെ. എങ്ങനെ ഞാൻ താഴ്ത്തിയത്? മൗസിൻ്റെ ലെഫ്റ്റ് ഉപയോഗിച്ച് ആ സംഖ്യയിൽ പ്രസ് ചെയ്തു, മൗസ് താഴോട്ട് നീക്കി. ഇവിടെ പൊസിഷൻ്റെ അവിടെ, ഇനി സ്കെയിലിൻ്റെ അവിടെ നീക്കി. അങ്ങനെ നീക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഡോട്ടും കൂടെ വന്നാണ്, 2 ഡോട്ട് വീണുണ്ട്. കാരണം ഒരു കീ വീണു അവിടെ. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇനി ഇതേ മൂവ്മെൻറ്റ് തന്നെ തൊട്ടടുത്തതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കാൻ പറ്റും. എവിടെ പോകും? മോഷനിൽ പോവാം, മൗസിൻ്റെ റൈറ്റ് ഉപയോഗിച്ച് കോപ്പി എടുക്കുക. അടുത്ത് നമ്മുടെ ഫോട്ടോയിൽ വരിക. എന്നിട്ട് അവിടെ ആ ഫോട്ടോയിൽ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഫോട്ടോയുടെ എഫക്ട്സ് വന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെയിം മൂവ്മെൻറ്റ് രണ്ടാമത്തെ ഇമേജിൽ കിട്ടും. 1 2. ഇനി മൂന്നാമത്തേനകത്ത് വരണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രസ് ചെയ്യുക, പേസ്റ്റ്. നാലാമത്തെ വേണമെന്നുണ്ടെങ്കിൽ നാലാമത്തെ പ്രസ് ചെയ്യുക, പേസ്റ്റ്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. 1 2 3 4. ഓക്കെ, ഈ കറുപ്പ് ഒരിക്കലും വരില്ല അവിടെ സൈഡിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ഇമേജ് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ വന്നിട്ടൊന്ന് ബാക്ക് അടിക്കുക, ഒന്നുകൂടെ ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രെയിം കിട്ടും. എന്നിട്ട് കറുപ്പ് വരാത്ത രീതിയിലേക്ക് നമുക്ക് ഫസ്റ്റ് ഫ്രെയിം ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം അവരുടെ ഫേസ്, ഒന്ന് അടുത്ത ഫ്രെയിമിൽ
അവർ കുറച്ചും കൂടെ ഒന്ന് സൂം ആക്കിയിട്ട് അവരുടെ ഫേസ് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. 1 2 3 4. ഓക്കെ, ഇനി ചെറിയൊരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നേരെ കടയിൽ പോയി പാട്ട് വാങ്ങിക്കണം. മൗസിൻ്റെ റൈറ്റിൽ പ്രസ് ചെയ്ത് ഇമ്പോർട്ട്. കട എവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്, നമ്മൾ യൂട്യൂബിൽ ഡൗൺലോഡ് വെച്ച പാട്ടുകൾ, അതുകൊണ്ട് പാട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോസ് നമ്മൾ സ്റ്റുഡിയോ ചെയ്തത് ഓഡിയോസ് എന്നുള്ള സ്റ്റുഡിയോ ഓഡിയോസ് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് ആ ഓഡിയോ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്, അത് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഈ ഓഡിയോയുടെ സൈഡിലേക്ക് വലിച്ചിടുന്നു. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഭീമാകാരമായ തവിട്ട് നിറമുള്ള ഓക്കെ, എളുപ്പമല്ലേ? ഇനി നമുക്ക് എവിടെ വരെ വേണമെന്നുള്ളത് നമുക്ക് പറയാം. നിറമുള്ള കരടി. ഓക്കെ, ഇനി നമ്മൾ ഇമേജ് സെറ്റാൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് എവിടെ വരെ വേണമെന്നുള്ളത് നമ്മൾ ഇങ്ങനെ നിശ്ചയിച്ചതിന് ശേഷം എങ്ങനെ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ Ctrl+M ഷോർട്ട് കട്ട്, ജസ്റ്റ് ഇവിടെ കണ്ട ഇവിടെ എക്സ്പോർട്ട് ഉണ്ട്, ഇവിടെ പ്രസ് ചെയ്ത് അങ്ങനെ പോകും. അല്ലെന്നുണ്ടെങ്കിൽ Ctrl+M, എവിടെയാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, Ctrl+M. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ബട്ടണിലേക്ക് പോകും. ഇവിടെ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ HD ആണ്, റീൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമിലേക്ക് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് HD ഹൈ ക്വാളിറ്റി ഇടുക, ഇതാണ് ഹൈ ക്വാളിറ്റി HD ഇടുക. അതിനുശേഷം H.264 ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം വീഡിയോ വരിക. വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ സോഴ്സ് ഇൻ ആൻഡ് ഔട്ട് കൊടുക്കുക. കാരണം സോഴ്സ് ഇൻ ആൻഡ് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ എവിടം വരെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, എവിടം വരെയാണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അവിടം വരെ മാത്രമേ എക്സ്പോർട്ട് ആവത്തുള്ളൂ. എന്നിട്ട് എക്സ്പോർട്ട് ഫയൽ സെലക്ട് ചെയ്യുക. എങ്ങോട്ട് പോകണം, ഇപ്പം ഡൗൺലോഡ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്സ് നമുക്ക് കൊണ്ടിടാൻ പറ്റും, ഡെസ്ക്ടോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കൊണ്ടിടാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് എക്സ്പോർട്ട് കൊടുത്താൽ ആ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് കിട്ടും. ഇനി റീൽസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇവിടെ വരിക, ഇവിടെ ഇവിടെ വന്നിട്ട് മാച്ച് സോഴ്സ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോയുമായിട്ട് അത് മാറ്റാം, വീഡിയോയുടെ സൈസുമായിട്ട്. അതിനുശേഷം ജസ്റ്റ് നോർമലി അതിൻ്റെ മോർ ഓപ്പൺ ചെയ്യുക. മോർ ഓപ്പൺ ചെയ്തിട്ട് റെൻഡർ വിത്ത് മാക്സിമം ക്വാളിറ്റി ടിക്ക് ചെയ്യുക, യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി ടിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചൊരു ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എക്സ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുന്നത് നമ്മളുടെ പ്ലേറ്റിലല്ല, പകരം നോർമലായിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വന്നൊരു പ്ലേറ്റിലാണ്. സോ നമുക്ക് തന്നെ നമ്മുടെ പ്ലേറ്റ് സൈസ് നിശ്ചയിക്കാം. പ്ലേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം വന്നേക്കുന്നത് നമ്മൾ സിനിമയെ കാണുന്ന സൈസാണ്. നമുക്കിപ്പോൾ റീലൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, റീലിൻ്റെ സൈസ് എന്നുള്ള പ്ലേറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ള എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുക, നമ്മളുടെ വേണ്ടുന്ന സൈസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ ന്യൂ ഐറ്റം സീക്വൻസ് എന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇവിടെ എന്ന് വെച്ചാൽ പ്രീസെറ്റായിട്ട് ആൾറെഡി കിടപ്പുണ്ട്. 1080 നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1080 സൈസിലുള്ള പ്ലേറ്റ് നമുക്ക് കിട്ടും. ഈ പ്ലേറ്റ് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്താൽ മതി. നമുക്കതല്ല വേണ്ടുന്നത്, ഈ സീക്വൻസ് അല്ല വേണ്ടുന്നത്, നമുക്ക് റീൽസിന് സൈസ് വേണം. ന്യൂ ഐറ്റം സീക്വൻസ്, അതേപോലെ നേരെ സെറ്റിങ്സിൽ പോവുക. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എഡിറ്റിംഗ് മോഡിൽ മുകളിലോട്ടൊന്ന് പോക്കുക. അപ്പോൾ കസ്റ്റം എന്ന് വരും. കസ്റ്റം വെച്ചാൽ എന്താണ് മീനിങ്, നമ്മളുടെ കയ്യിലായിരിക്കും അതിൻ്റെ കൺട്രോൾ. കസ്റ്റം നമ്മുടെ സൈസ് നിശ്ചയിക്കുക. ഞാൻ പറയുന്നത് റീൽസാണ്. അപ്പം എന്താണ് സൈസ്, 1080x1920 ആണ് റീൽസിൻ്റെ സൈസ്. ഇനി ജസ്റ്റ് പിക്സലിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് സ്ക്വയർ പിക്സൽ ആക്കിയിടുക. ഇനി ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീൽസിൻ്റെ സൈസിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് റീൽസാണ്. ഓക്കെ, ഇത് റീൽസിൻ്റെ സൈസാണ് കേട്ടോ. റീൽസിൻ്റെ സൈസിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. പ്രീമിയറിൻ്റെ ലോങ് ക്ലാസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയറിൻ്റെ ഒഫീഷ്യൽ കോഴ്സ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ.